പ്രിയപ്പെട്ടവരെ, ദുൽഹിജ്ജ മാസമാകുന്ന പോരിശയാക്കപ്പെട്ട മാസത്തിൽ ആദ്യത്തെ 10 ദിവസങ്ങളിൽ പ്രത്യേകമായി നമ്മൾ ചെയ്യേണ്ട ചൊല്ലേണ്ട കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ മറന്നുപോകും. പല കാര്യങ്ങളും അതിലേത് കാര്യമാണ് ഓർത്ത് ചെയ്യേണ്ടത്, ചൊല്ലേണ്ടത്? ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും ബറക്കത്തും റാഹത്തും ഉണ്ടാകാം, കുടുംബസമേതം സ്വർഗത്തിൽ പോകാം. ഈ പുണ്യമായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഏതൊക്കെയാ, എപ്പോൾ എങ്ങനെയൊക്കെയാ ചൊല്ലേണ്ടത്, ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഒരു ലോക ആഫിയത്തും ബറക്കത്തും സലാമത്തും നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് അൻവാറെ ഫജറിൻ്റെ കുടുംബം കമൻറ്റിൽ റാഹത്ത് സന്തോഷം പറയുന്ന, കൽബ് നിറച്ച് ദുആ ചെയ്യുന്ന, നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്ന എല്ലാവർക്കും അല്ലാഹു സന്തോഷം നൽകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസവും രോഗങ്ങളും കടങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. നമ്മുടെ മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു ഖബർ സന്തോഷമാക്കി കൊടുക്കട്ടെ. എല്ലാ മുഅ്മിനീങ്ങൾക്കും മഗ്ഫിറത്ത് കൊടുക്കത്തെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാഹ്. അല്ലാഹുവിൻ്റെ അപാരമായ നിഅമത്ത് കൊണ്ട് അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ദുൽഖഅദ മാസം നമുക്ക് 30 ഇന്നത്തോടെ പൂർത്തീകരിച്ച് കിട്ടുകയാണ്. ഇന്ന് മഗ്‌രിബോടെ ഏതായിരുന്നാലും പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ ആദ്യത്തെ രാവാണ് കയറി വരുന്നത് എന്ന് ഉറപ്പാണ്. അപ്പം അൽഹംദുലില്ലാഹ്, ആദ്യത്തെ രാവിൽ, ദുൽഹിജ്ജയുടെ ആദ്യത്തെ രാവിൽ പിറ കണ്ടു എന്ന് ബോധ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ ആദ്യത്തെ രാവ് കയറി വന്നു എന്ന് നമുക്ക് ബോധ്യമായാൽ ഉടൻ നമ്മൾ ചെയ്യേണ്ട ചൊല്ലേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അത് ഇനിയും പ്രിയപ്പെട്ടവരെ കേൾക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ക്ലാസ്സൊക്കെ ഒന്ന് കേട്ട് കൃത്യമായിട്ട് എന്തൊക്കെ ചെയ്യണം, അൽഹംദുലില്ലാഹ്, ഈ പോരിശയാക്കപ്പെട്ട മാസത്തിൻ്റെ പോരിശ കിട്ടാൻ എന്തെല്ലാം ചൊല്ലണം, അതൊന്നും അറിഞ്ഞു മനസ്സിലാക്കി ഉപയോഗപ്പെടുത്തിയാൽ ഏറ്റവും വലിയ ലാഭകരമാണ്. ഒരാളും ഒഴിവാക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ അത് മുഹറമായൊരു മാസമാണ്, അത് ഹുർമത്തുള്ള മാസം, വലിയ ബഹുമാന ആദരവുള്ള മാസമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അടയാളപ്പെടുത്തിയ ഒരു പരിശുദ്ധ മാസമാണ്. ഈ പരിശുദ്ധ മാസത്തെക്കുറിച്ച് മിൻഹാ അർബഅത്തുൻ ഹുറും, 4 മാസങ്ങൾ സാധാരണ മാസങ്ങളെപ്പോലെ നിങ്ങൾ കാണരുത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ ബഹുമാനം എന്താണെന്നറിയോ? എന്താ ഈ 4 മാസങ്ങളുടെ ബഹുമാനം? ആ 4 മാസങ്ങളുടെ ബഹുമാനം മഹാനായ ഇമാം റാസി റഹ്മഹുല്ല തങ്ങൾ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അതിൻ്റെ താഴ്ഭാഗത്ത് പറയുന്നുണ്ട്. വ മഅനൽ ഹുറുമി അന്നൽ മഅസിയത ഫീഹാ അശദ്ദു ഇഖാബ വ ത്വാഅത ഫീഹാ അക്സറു സവാബ. ഒരു നന്മ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരട്ടിക്കൂലിയോ 2 കൂലിയോ അല്ല തരുന്നത്, ധാരാളം അക്സറു സവാബ, ഒരുപാട് കൂലി, ധാരാളം കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല തരാൻ പോകുന്ന പരിശുദ്ധ മാസമാണ്. അതാണ് ഈ മാസത്തിൻ്റെയൊക്കെ ബഹുമാനം എന്ന് ഇമാം റാസി തങ്ങൾ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയാൻ. അതേപോലെ അന്നൽ മഅസിയത ഫീഹ, ഈ മാസത്തിൽ റോങ്ങായി എന്തെങ്കിലും സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദീൻ അനുവാദം നൽകാത്ത, അള്ളാഹ്ക്ക് പൊരുത്തല്ലാത്ത, പടച്ച തമ്പുരാൻ വേണ്ട പാടില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ പറയാനും കേൾക്കാനും കാണാനും ആസ്വദിക്കാനൊക്കെ നമ്മൾ തയ്യാറാകുമ്പോൾ, തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ മറ്റു മാസങ്ങളെപ്പോലെയല്ല, അശദ്ദു ഇഖാബ, പണിഷ്മെൻറ്റ് ശക്തമായിരിക്കും, അള്ളാഹിൻ്റെ അദാബ് ശക്തമാകും എന്ന് ഖുർആൻ സൂചിപ്പിച്ചു എന്നാണ്. അപ്പോൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ ഈ മാസങ്ങളിൽ പരമാവധി നന്മകൾ ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഇനി നന്മകൾ അധികരിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മിനിമം എന്ത് ചെയ്യണമെന്നറിയോ? തിന്മകൾ വരാതെ മസ്റ്റായിട്ട് നോക്കണം, അല്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. കാരണം അല്ലാഹു ആദരിച്ച് ബഹുമാനിച്ച ഒരു സമയത്തെയോ ഒരു വ്യക്തിയെ, ഒരു സ്ഥലത്തെ നമ്മൾ അനാദരിച്ചാൽ തീർച്ചയായും നമ്മുടെ ഈമാൻ നഷ്ടമാവും. ഈമാൻ നഷ്ടമാവും. കേവലം കൂലി കിട്ടില്ല എന്നല്ല, ഈമാൻ നഷ്ടമാവും. അതുകൊണ്ട് ഒരിക്കലും അനാദരവ് ഉണ്ടാകരുത്. ആദരിക്കൽ ഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ് എന്നല്ലേ, ഹൃദയത്തിൽ ഇച്ചിരിയെങ്കിലും തഖ്വയുള്ള ആൾക്ക് അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കാതിരിക്കാൻ പറ്റില്ല. തഅലീമു മാ അല്ലാഹ് ഭയങ്കരമായ പുണ്യമായ കാര്യമാണ്. അപ്പോൾ അള്ളാഹു ആദരിച്ചതിനെ ഒന്ന് ആദരിച്ചു കൊടുത്താൽ വലിയ പുണ്യം കിട്ടും. ആ ആദരവാണ് തെറ്റുകൾ വരാതെ നോക്കുക. പഴയതുപോലെ മറ്റു മാസങ്ങളെപ്പോലെ അപരാധങ്ങൾ ചെയ്യാതെ പറയാൻ നോക്കുക. പിന്നെയോ മാക്സിമം നന്മകൾ, ഒരു ചെറിയ നന്മയാണെങ്കിലും പ്രിയപ്പെട്ടവരെ അത് നഷ്ടപ്പെടരുത് എന്ന ബോധ്യത്തിൽ തന്നെ നമ്മൾ ചെയ്യുക. അതിന് വല്ലാത്ത പ്രതിഫലമാണ്. മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫിഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം. ഈ അയ്യാമുൽ അസ്ർ, ദുൽഹിജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ, അത് ഭയങ്കരമായി നമ്മുടെ അടയാളം വെക്കേണ്ട ദിവസമാണ് നമ്മുടെ ലൈഫിൽ. കാരണം ഒരു കൊല്ലത്തിൽ ഒരു വട്ടേ കിട്ടുള്ളൂ. അത്
ഇത് അടുത്ത മാസം കിട്ടുമോ? ഇല്ല. ഈ ഒരു അയ്യാമുൽ അശ്ർ, ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ഒരു കൊല്ലത്തിൽ, ആയുസ്സിലെ ഒരു കൊല്ലത്തിൽ ഒരു തവണ നമുക്ക് കിട്ടുന്നത്. അത് മാക്സിമം വിനിയോഗിക്കണം. കാരണം ഈ 10 ദിവസങ്ങളിൽ അമൽ സൽക്രമങ്ങൾ ചെയ്യുന്നതിൽ, ബാക്കി എപ്പോഴും സൽക്രമം ചെയ്യാം, എപ്പോഴും ചെയ്യണം. പക്ഷേ ഈ 10 ദിവസങ്ങളിൽ സൽക്രമം ചെയ്യുന്നത് അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമാണ് വേറെ ഏത് ദിവസങ്ങളിൽ നന്മ ചെയ്യുന്നതിനേക്കാൾ എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഒരു നന്മയെയും നമ്മൾ മുടങ്ങിപ്പോകുന്ന, ചെയ്യാതെ പോകുന്ന അവസ്ഥ ഉണ്ടാകരുത്. അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ് ഈ മാസങ്ങളിൽ നന്മയുണ്ടാകുന്നത്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ ഇഷ്ടം ഒരാൾക്ക് കിട്ടി എന്നതിൻ്റെ അടയാളം എന്താണെന്നറിയോ? അപ്പം അള്ളാഹുവിൻ്റെ ഇഷ്ടം എനിക്കുണ്ട്, അള്ളാഹ്ക്ക് എന്നോട് ഇഷ്ടമുണ്ട്, അള്ളാഹ്ക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് എന്നതിൻ്റെ അടയാളം എന്താ? ഔഖാത്തുൽ ഫാദില. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി തങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഔഖാത്തുൽ ഫാദില, ശ്രേഷ്ഠമാക്കപ്പെട്ട സമയങ്ങൾ, അള്ളാഹു വച്ചിരിക്കുന്ന സമയ സംവിധാനങ്ങൾ, ആ സമയങ്ങളിൽ നന്മകൾ ചെയ്യാനുള്ളൊരു താല്പര്യവും ഒരവസരവും ഒരു തൗഫീഖ് അതുണ്ടാകുക എന്ന് പറയുന്നത് അള്ളാഹിൻ്റെ ഇഷ്ടമുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. ആലോചിച്ച് നോക്കി. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം ഒരാൾക്കില്ല, അള്ളാഹിൻ്റെ വെറുപ്പും ഇഷ്ടക്കേടുമാണ് ഒരാൾക്കുള്ളതെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ് ഇമാമുകൾ പറയുന്നത്. ഈ ഔഖാത്തുൽ ഫാദില, ശ്രേഷ്ഠമാക്കപ്പെട്ട പുണ്യമാക്കപ്പെട്ട നേരത്ത് നന്മകൾ ചെയ്യാനുള്ള ഒരു താല്പര്യം വരുന്നില്ല. മറ്റു മാസങ്ങളെപ്പോലെ ദിവസങ്ങളെപ്പോലെ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങൾ നെവർ മൈൻഡായിട്ട് ഒരാൾ കാണുകയാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമല്ല, അള്ളാഹിൻ്റെ ഇഷ്ടമില്ല അവർക്ക്. അള്ളാഹുവിൻ്റെ വെറുപ്പും ഇഷ്ടക്കേടുമാണ് അവരുടെ ജീവിതത്തിലുള്ളത്. അള്ളാഹു കാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഈ തുടക്കത്തിലെ ദുൽഹിജ്ജ ആദ്യത്തെ 10 ഒരാൾക്ക് നന്മകൾ ചെയ്യാൻ ആഗ്രഹവും താല്പര്യവും അവസരവും ഉണ്ടെങ്കിൽ അവർ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ആളുകളാണ് എന്ന് മനസ്സിലാക്കണമെന്ന് ഉലമാ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിവസങ്ങളിൽ പ്രത്യേകിച്ച്, ഈ പോരിശാക്കപ്പെട്ട ദിനരാത്രങ്ങളിൽ പ്രത്യേകിച്ച് അത് നിങ്ങൾ അധികരിപ്പിക്കണം എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ പെട്ടു? സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. അപ്പോൾ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അതിൻ്റെ പൂർത്തീകരണമാണ്. ഈ പരിശുദ്ധമായ തസ്ബീഹാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ നാവിലൂടെ നിർഗളിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഈ പരിശുദ്ധമായ തഹ്ലീലും തക്ബീറും തഹ്മീദൊക്കെയാണ് കൂടുതൽ ഈ മാസത്തിൽ ഉണ്ടാകേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസ് നമുക്ക് കാണാം. ഈ ഇത് ഹജ്ജിൻ്റെ മാസമാണല്ലോ. ഈ പരിശുദ്ധമായ ദിക്ർ ഹജ്ജിൻ്റെ പവറുള്ള ദിക്റാ. അള്ളാഹുവിന് ഈ ഭൂമി ലോകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക് 4 വാക്കാണ്. അഹബ്ബു ഇലല്ലാ, അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക് ഈ കലിമത്ത് 4 കലിമത്താ. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ പരിശുദ്ധമായ ദിക്റിന് ഈ ഹജ്ജിൻ്റെ മാസവുമായിട്ട് വലിയ ബന്ധമുണ്ട്. ഈ ദിക്ർ ഹജ്ജിൻ്റെ മാസം അല്ലാത്ത സമയത്ത്, ദുൽഹജ്ജോ 10 ആകണ്ട, പിന്നെ മുഹറം ആകണ്ട, പിന്നെ റജബ് ആകണ്ട, ഇങ്ങനെയൊന്നും ആകണ്ട, എനി ടൈം, ഏത് സമയത്തും ഈ പരിശുദ്ധമായ ദിക്റിന് വല്ലാത്ത പവറാണ് അള്ളാഹു കൊടുത്തിരിക്കുന്നത്. അത് ഈ 10 ദിവസങ്ങൾ പ്രത്യേകിച്ച് കൂട്ടണമെന്ന ഹദീസിൽ വന്നത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പറയുന്നുണ്ടല്ലോ, ഞാൻ കിടക്കാൻ വേണ്ടി വിരിപ്പിലിരിക്കുമ്പോൾ എന്നോട് ഹജ്ജ് ഉംറ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ എങ്ങനെ സാധിക്കും ഹജ്ജ് ഉംറയും ചെയ്യാനോ ഈ കിടക്കാൻ പോകുന്ന നേരത്ത്? അപ്പോൾ അതിൻ്റെ കൂലി വാങ്ങിയിട്ട് കിടക്കാനാണ് പറയുന്നത്. അതിൻ്റെ കൂലി എന്താ വാങ്ങേണ്ടത്? 1 വട്ടം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, ആ ദിക്ർ 1 വട്ടം ചൊല്ലിയാൽ 1 വട്ടം ഹജ്ജ് ഉംറ ചെയ്ത കൂലി അപ്പം തന്നെ അള്ളാഹു നമ്മുടെ നന്മയുടെ റെക്കോർഡിലേക്ക് ചേർക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അത് എല്ലാ രാത്രിയിലും പറ്റും, കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഈ തസ്ബീഹ് 1 വട്ടം. അപ്പോൾ ആലോചിച്ച് നോക്കി. അപ്പോൾ അത് കൂടുതൽ അധികരിപ്പിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ദിനരാത്രങ്ങളിൽ കൂടുതലുണ്ടാകും. അതിൻ്റെ പോരിശ എത്രയാണ്, അതിൻ്റെ ബഹുമാനം എത്രയാണ്. അപ്പോൾ ഈ പരിശുദ്ധമായ വചനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഈ 10 ദിനരാത്രങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ മാത്രമല്ല മറ്റൊരു പ്രത്യേകത, മീസാൻ എന്ന് പറയുന്ന നന്മയുടെ തുലാസിൽ വല്ലാത്ത ഭാരം തൂങ്ങുന്ന, വെയിറ്റ് ഉണ്ടാക്കുന്ന അമലാണ് ഈ പരിശുദ്ധമായ തസ്ബീഹ്. അപ്പോൾ അവിടെ നന്മയിൽ തുലാസിൽ ഭാരം കുറഞ്ഞു പോകുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകില്ല, ഭാരം കൂട്ടിത്തരും എന്ന്. സ്വർഗത്തിൽ ഓരോ വട്ടം ചൊല്ലും തോറും ഓരോ വൃക്ഷങ്ങൾ നമ്മുടെ പേരിൽ അവിടെ നട്ടുപിടിപ്പിക്കും.
നമുക്കൊരു ഏരിയ എസ്റ്റേറ്റ് തോട്ടം തന്നെ ഉണ്ടാവും ഇത് കൂടുതൽ ചൊല്ലിയാൽ. അപ്പോൾ ഈ തസ്ബീഹ് മനസ്സറിഞ്ഞ് ചൊല്ലണം. ദിക്റിന് മറ്റൊരു പ്രത്യേകതയുണ്ട്, സ്വലാത്ത് പോലെ അങ്ങനെ പറ്റൂല, ദിക്ർ മനസ്സറിഞ്ഞ് ചൊല്ലണം. അങ്ങനെ ചൊല്ലുമ്പോൾ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഗുണങ്ങളെല്ലാം തന്നെ നമുക്ക് സംജാതമാക്കും, നമുക്ക് തരിക തന്നെ ചെയ്യും. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പിന്നെ 1 മുതൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ ആദ്യത്തെ 10 പ്രത്യേകം നോമ്പ് സുന്നത്താണ്. 9 വരെ 10ൻ്റെ അന്ന് പെരുന്നാളാണ്, നോമ്പ് സുന്നത്താണ്. ഒരു നോമ്പിന് സുന്നത്ത് ശക്തമായ സുന്നത്താണ്, മുഅക്കദയാണെന്ന് പറഞ്ഞ ഉലമാക്കളുണ്ട്. അപ്പോൾ ഒരു നോമ്പിന് 1 കൊല്ലത്തെ നോമ്പിൻ്റെ പ്രതിഫലം, അറഫ നോമ്പിന് 2 കൊല്ലത്തെ നോമ്പിൻ്റെ പ്രതിഫലമാണ്. അപ്പോൾ മാക്സിമം ആ നോമ്പെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഒരു ദിവസത്തിന് ബിക്കുല്ലി യൗമിൻ അൽഫി യൗം എന്ന വയൗമ അറഫത അശറത്തു അലാഫി യൗം, ഒരു ദിവസത്തിന് 1000 ദിവസത്തിൻ്റെ മഹത്വവും അറഫ ദിനത്തിൻ്റെ എന്ന് 10000 ദിവസത്തിൻ്റെ മഹത്വമാണ്. അള്ളാൻ്റെ മുന്നിൽ എത്ര സ്ഥാനമുണ്ട്. അപ്പോൾ 1000 ദിവസത്തിൻ്റെ മഹത്വമുള്ള ഒരു ദിവസം അമൽ ചെയ്താൽ അത്രയും ദിവസത്തിൻ്റെ മഹത്വം അമലിലുണ്ടാകും. നോമ്പായാലും നന്മയായാലും തസ്ബീഹായാലും ഒക്കെ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഈ ദുൽഹിജ്ജ പെരുന്നാളിൻ്റെ അറവ് നടക്കുന്നത് വരെ ആടുമാട് ഒട്ടകവർഗത്തിൽപ്പെട്ട ഏത് പ്രായത്തിൽപ്പെട്ട ജീവിയെ എവിടെ കണ്ടാലും അതിൻ്റെ വോയിസ് കേട്ടാലും അല്ലാഹു അക്ബർ എന്ന് പറയുന്ന പരിശുദ്ധമായ തക്ബീറിൻ്റെ വചനം 1 വട്ടം അല്ലാഹു അക്ബർ എന്ന് ഈ ഒരു ശൈലി ഇങ്ങനെ പറയൽ സുന്നത്താണ് എന്ന് ഉലമാ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ വലിയ പുണ്യമാണ്. മറ്റൊരു കാര്യമാണ്, നമ്മുടെ നഖം മുടി നീക്കം ചെയ്യപ്പെടാതിരിക്കണം എന്ന് പറഞ്ഞല്ലോ. ഉളുഹിയ്യത്തിന് അറുക്കാൻ തീരുമാനിച്ചിട്ടുള്ള, അതിന് ഒറ്റക്കോ ഷെയർ ചേർന്നിട്ടോ അതിൽ കൂടിയിട്ടുള്ള ആളുകൾ 1 മുതൽ അറവ് നടക്കുന്നത് വരെ ഇത് നീക്കം ചെയ്യപ്പെടാൻ പാടില്ല. പ്രത്യേകം സുന്നത്താണ്, പ്രത്യേകം പോലീസിയാണ്. പിന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, അതാണ് ലാസ്റ്റ് വൺ, ആ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനധർമ്മങ്ങൾ, അതിന് വല്ലാത്ത പുണ്യമാണ്. പാവപ്പെട്ടവരെ സഹായിക്കുക, നിർദ്ധരരെ സഹായിക്കുക, സ്വതക്ക ഹദിയകൾ കൊടുക്കുക, അതൊക്കെ ഈ മാസത്തിൽ അല്ലെങ്കിൽ ഈ 10 ദിനരാത്രങ്ങളിൽ വലിയ പോലീസി ഉണ്ടാക്കുന്ന പുണ്യമാക്കപ്പെട്ട അമലുകളാണ്. അപ്പോൾ കഴിവിൻ്റെ പരമാവധി നന്മകളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വർധനവ് നൽകും, ഒരു കാരണവശാലും കുറഞ്ഞു പോകില്ല. ശ്രദ്ധിക്കുക. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിൽ വെച്ചിരിക്കുന്ന എല്ലാ നിഅമത്തുകളും എനിക്ക് കിട്ടണം അല്ലാ എന്നുള്ള നിയ്യത്ത് ആദ്യം വെക്കുക. എന്നിട്ട് ഈ അമലുകൾ ഓരോന്ന് ചെയ്യുക, പഠിച്ച് ചെയ്യുക. നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുക, മറ്റുള്ളവരെ കേൾപ്പിക്കുക, പരമാവധി ഷെയർ ചെയ്യുക. ഒരുപാട് സഹോദര സഹോദരിമാർ ഒരുപാട് നാടുകളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മുടെ അൻവാർ ഹഫീസിൻ്റെ കുടുംബക്കാരാണ്. പല സ്ഥലത്തിലും ഉസ്താദെ ഞങ്ങൾ അൻവാർ ഹഫീസിൻ്റെ കുടുംബമാണ്, ഞങ്ങൾ ഉസ്താദിൻ്റെ വിജ്ഞാനത്തിൻ്റെ കുടുംബമാണ്. എത്ര സന്തോഷമാണ്, എത്ര ആളുകളുടെ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാ അതിൽ പ്രായമുള്ളവരുണ്ട്, ഒരുപാട് സ്വാലിഹീങ്ങളുണ്ട്, സ്വാലിഹത്തുകളുണ്ട്, നിസ്കാരം മുടക്കാത്ത ഉമ്മമാർ ഉപ്പമാരുണ്ട്, ദിക്റും സ്വലാത്തുമായി കഴിഞ്ഞുകൂടുന്നവരുണ്ട്, രോഗികളുണ്ട്, ചെറിയ വിദ്യാർത്ഥിനികളുണ്ട്, നല്ല സഹോദര സഹോദരിമാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ദുആയും പരസ്പര സ്നേഹവും സപ്പോർട്ടും അതാണ് ഏറ്റവും വലിയ വീര്യം. അള്ളാഹു അങ്ങനെ തന്നെ ആക്കട്ടെ. ഈ കുടുംബസമേതം സ്വർഗത്തിൽ പോകുന്ന സൗഭാഗ്യം അള്ളാഹു ഈ പരിശുദ്ധ മാസത്തിൻ്റെ, പ്രത്യേകിച്ച് ആദ്യത്തെ ദുൽഹിജ്ജയുടെ ദിനരാത്രങ്ങളുടെ ബറക്കത്തുണ്ട് അള്ളാഹു അതിനുള്ള സൗഭാഗ്യം തൗഫീഖ് നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വാഖിർ കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله